നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബെൽജിയത്തിനെതിരെ മിന്നും പ്രകടനമാണ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ സ്പെയിൻ നടത്തിയത്. ഒടുവിൽ അവർ വിജയിച്ച് കയറി. 2-1 വിജയിച്ച് കയറിയത്. തിബോട്ട് കോർട്ടുവ പരിക്കേറ്റ് പുറത്തു പോയതാണ് ബെൽജിയത്തിന് തിരിച്ചടിയായത്. എന്നാൽ മത്സരശേഷം തിബോട്ട് കോർട്ടുവ പറയുന്നു, സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ, അതിൽ വിജയിക്കുന്ന ടീം വേൾഡ് കപ്പ് അടിക്കും. കാരണം അത്രയും മികച്ച ടീമുകൾ തമ്മിലാണ് ഈ പോരാട്ടമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തോടുള്ള ചോദ്യം, ഈ സ്പാനിഷ് ടീമിന് വേൾഡ് കപ്പ് അടിക്കാൻ കഴിയില്ല എന്നാണ് ചോദ്യം. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ഒബ്വിയസ്ലി അവർക്ക് വേൾഡ് കപ്പ് ജയിക്കാൻ പറ്റും. കാരണം അവർക്ക് ആ ഒരു ആവേശമുണ്ട്. ഒരു ഗ്രേറ്റ് ടീമാണ്. ഞാൻ വിചാരിക്കുന്നത് സെമി ഫൈനലിലെ അവർ തമ്മിലുള്ള സെമി ഫൈനൽ, ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ള സെമി ഫൈനലിലെ വിജയികളാണ് ഒടുവിൽ വേൾഡ് ചാമ്പ്യന്മാരായി മാറുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് തിബോട്ട് കോർട്ടുവ പറയുന്നു. അതായത് മറുഭാഗത്തു കൂടി ആര് വന്നാലും വലിയ കാര്യമൊന്നുമില്ല. സ്പെയിനും ഫ്രാൻസും കിടിലൻ ടീമാണ്. ആ കളിയിൽ ജയിക്കുന്ന ടീം ഒടുവിൽ ഫൈനലും ജയിച്ച് കപ്പും കൊണ്ടുപോകുമെന്നാണ് തിബോട്ട് കോർട്ടുവ പറയുന്നത്. മറുഭാഗത്ത് അർജൻറ്റീന ഫൈനൽ സ്വപ്നം കാണുന്നുണ്ട്. ഇന്ന് അവർ ക്വാർട്ടർ ഫൈനലിൽ സ്വിറ്റ്സർലൻഡിനെതിരെ കളിക്കാൻ ഇറങ്ങുന്നു. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെത്തിയത് ക്യൂട്ടി റൊമേറോയായിരുന്നു. ഇന്നലെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയായിരുന്നു ആ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ്. അപ്പോൾ അതിൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, കോർട്ടുവ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആ സെമി ഫൈനൽ വിജയിക്കുന്നവരാണ് കിരീടം ചൂടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ക്യൂട്ടി റൊമേറോ വളരെ കൃത്യമായിട്ട് പറയുന്നു, മറ്റ് താരങ്ങൾ എന്തു പറയുന്നു എന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിക്കാറില്ല, ഞങ്ങളത് മെയിൻ ചെയ്യുന്നില്ല. ഞങ്ങളുടെ ഗെയിമിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതൊരു ടഫ് മാച്ചായിരിക്കും. എന്താണ് മറ്റ് താരങ്ങൾ ചിന്തിക്കുന്നത്, ഞങ്ങൾ എന്തിനാണ് ബോധേഡാവേണ്ടത്? എല്ലാവർക്കും അവരവരുടെ ഒപ്പീനിയൻസ് ഉണ്ടാവും, അവരവരുടെ രീതിയിലുള്ള ചിന്തകളുണ്ടാവും. പക്ഷേ ഞങ്ങളുടെ കളിയിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഗോളടിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈജിപ്തിനെതിരെയുള്ള ഗോളിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഗോളടിക്കുക എന്നുള്ളത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ ഞങ്ങളുടെ ജോബ് എന്താ, ക്ലീൻ ഷീറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ടീമിന് അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് അതിൽ ഹാപ്പിയാണ്, പക്ഷേ ഡിഫൻസ് ഒന്നുകൂടി ശക്തമാക്കേണ്ടതുണ്ട് എന്നുകൂടി ക്യൂട്ടി റൊമേറോ പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.